വറ്റിച്ച മീൻകറിയും സുമക്കൊള്ളിയും. നീയൊന്നും ഞങ്ങൾ അർഹിക്കുന്നില്ലടാ എന്ന് പറഞ്ഞാൽ മതി. ഇത്ര നല്ല കൊള്ളിയും പിന്നെ ഈ മീൻ കൂട്ടാനുള്ള പിന്നെ അതിന്റെ ഇടയിലേക്ക് ഈ ചുക്കുണ്ടായ ആവശ്യമുണ്ടാകും. അതെങ്ങനെ ഓടി നടക്കണത് നമ്മുടെ വെണ്ണ പോലത്തെ കൊള്ളീന് കേട്ടാ. അടുത്ത പ്രോഡക്റ്റ് ചുക്കുണ്ടാ, ജ്യൂസ് വേൾഡ് ചുക്കുണ്ടാ. സരിത ഞാൻ കൊള്ളി കപ്പിട്ടാ. കൊള്ളിയും കപ്പയാ. കൊള്ളി നല്ല രസമുണ്ട്. നമ്മുടെ സുമ കൊള്ളി നമ്മൾ പറിച്ചൂലോ. സുമ കൊള്ളി പറിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമിയും മീൻ കറിയും കൂടിയിട്ട് വയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇന്നാള് സരിത ഒരു മോത കൊണ്ട് മീൻ കൂട്ടാൻ വെച്ചല്ലോ. അപ്പോൾ വീണ്ടും മോത കിട്ടിയപ്പോൾ വാങ്ങിച്ചോളൂ. അപ്പം വറ്റിച്ച മീൻ കറിയും സുമ കൊള്ളിയും. കുറേ പേർക്ക് എന്തുട്ടാണ് സുമ കൊള്ളി എന്നറിയില്ല, അല്ല സുമ എന്നറിയില്ല. സുമ ഒരു കൊള്ളിന് കപ്പ. അപ്പം അത് ഞാൻ കഷ്ണങ്ങളാക്കി കണ്ട. അടിപൊളി കൊള്ളിയാണ് കേട്ടാ. ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. സരിത അവിടെ മീൻ കറി വയ്ക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കൊള്ളിപ്പൊടി നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടല്ലോ, അതോടെ ഞാൻ ചുക്കുണ്ടി ഉണ്ടാക്കും. മിന്നിക്കും പരിപാടി. ഉണ്ടാക്കാൻ സമയം കിട്ടും തോന്നുന്നില്ല. ചുക്കുണ്ട പരിപാടി ചേട്ടൻ ഉപേക്ഷിച്ചോ? എന്തിനാ എല്ലാത്തിന്റെ ആവശ്യം? കൊള്ളി ഞാൻ വയ്ക്കാൻ പോണട്ടാ. അത് തിന്നാൻ പറക്കി തിന്നാൻ കൊള്ളി. അപ്പൊ ഇതൊക്കെയോ? അതും തിന്നാൻ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കേട്ടാ, കട്ട് കളയാൻ വെച്ചു. ഉപ്പിടണോ തരുതായാല്? വേണ്ട. ഇപ്പൊ ഉപ്പിടണ്ടല്ലോ. വേണ്ട. ഇനി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിക്കില്ലേ, അപ്പോൾ ഉപ്പിട്ടാ മതി. ഉപ്പ് മഞ്ഞപ്പൊടി. ഓക്കെ. അങ്ങനെ നമ്മുടെ പാചകം ആരംഭിക്കുകയായി. കത്തി തന്നെ കത്തി. അപ്പോൾ സരിത ചട്ടി അടപ്പത്ത് വെച്ചു, ഞാൻ കൊള്ളി അടപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ട് മുന്നത്തെ കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ട് കൊള്ളിപ്പൊടി ഉണ്ടാക്കി മുന്നത്തെ കൊള്ളിപ്പൊടി ഇരിക്കേണ്ടത് ഒരു കൊച്ചുക്കുണ്ടി ഉണ്ടാക്കണം എനിക്ക്. അല്ല, ഇപ്പം എന്തൊരു ചേട്ടൻ പറഞ്ഞാൽ കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സുമോ കൊള്ളി പറച്ചേല് ബാക്കിയുള്ളതൊക്കെ ചെത്തി ഇതേ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. വീണ്ടും കൊള്ളിപ്പൊടി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും. കൊള്ളിപ്പൊടിൻ്റെ അടയ്ക്ക കൊള്ളിപ്പൂട്ടൊക്കെ ഉണ്ടാകും. മീൻ കൂട്ടാൻ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. സാധാരണ ഉണ്ടാക്കാറുള്ള വറ്റിച്ച മീൻ കറി. ഇതിപ്പോൾ അവസാനം മതിയില്ല, മീൻ അവസാനം ഇല്ല വേണ്ടോ അല്ലേ? കുടപ്പുളി എടുക്കാൻ മറന്നു. ഇനി കുടപ്പുളി എടുക്കാൻ പോകണം. അത് സമയമുണ്ട്, അപ്പോഴത്തേക്കും എടുക്കാം. ചട്ടി ചൂടായിട്ടാ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിപ്പോൾ സാധാരണ കൂട്ടാൻ കറി, മീൻ കൂട്ടാൻ. തുടങ്ങി 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 അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. കൂട്ടാൻ കറി അല്ല, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പം എന്തൊരു കുഴപ്പം. കൊള്ളിയിൽ മൂടി വയ്ക്കണമെന്നില്ല കേട്ടാ. ഉപ്പ് ഇട്ടിട്ടില്ല. വെളിച്ചെണ്ണ ചൂടായി ആയം തന്നെ കുറച്ച് ഉലുവ ഇടുന്നു കേട്ടാ. കണ്ട ചൂടാവണില്ല. ചൂടായിക്കോളും. ഞാൻ ചൂടായി പറഞ്ഞില്ലേ, ചൂടായി വരണുള്ളൂ. ഞാനും ചൂടായി വരണുള്ളൂ. നമ്മുടെ എൻജിൻ കറണ്ട് പോയി. പെട്ടെന്നൊരു കറണ്ട് പോയിക്കോട്ടെ. അല്ല, എനിക്ക് ഉലുവിട്ടത് ശരിക്കും കാണുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കണ്ണിന് പെട്ടെന്ന് എന്തൊരു സംഭവിച്ചെന്ന് വിചാരിച്ചു. ചേട്ടനല്ല പറഞ്ഞ ചൂടായിട്ടില്ല. കടുക് എന്തിനു പൊട്ടിക്കണ്? കുനിയനൂറുമ്പാണുള്ള ദൈവമേ. ഉലുവ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള കുനുകുനെന്നധികം അത് ചിരട്ടം തുടരിട്ട് കൊടുത്താണ്. പാകത്തിനുള്ള തീ മതി, പാളി കത്തേണ്ട ആവശ്യമില്ല. അത് ഒരു ചട്ട വെറുതെ കത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു. ചട്ട കൂത്ത് കഴിഞ്ഞ ചേട്ടൻ വേറെ ചിരട്ടിടും. ചിരട്ടിടുമ്പോഴാണ് കനലുണ്ടാവുള്ളേ. അല്ലാണ്ട് നമ്മളിപ്പോ ഇതിനെ ഞങ്ങളെ തിരുവനന്തപുരത്ത് ഒരു ഷോർട്ട് ഫിലിം മത്സരം നടക്കുന്നുണ്ട് കേട്ടാ. പറയുമ്പോ തിരുവനന്തപുരത്ത് ഒരു ഷോർട്ട് ഫിലിം മത്സരം നടക്കണ്ടേ. അത് ഈ വലിയ പരിപാടിക്ക് ഒന്ന് ഈ അഡ്മിഷൻ ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ വീട്ടിൽ 2-3 ദിവസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നിർമ്മിച്ച് എടുത്തത്. അതിന്റെ വിഷയം വയോധികമാണ്. വയസ്സന്മാരുടെ ഇത്. അപ്പൊ നമ്മുടെ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളൊരു ഡബിൾ റോള്, പ്രേമേട്ടൻ ഡബിള്, ജയന്തേച്ചി ഡബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് രസത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ അതേലിട്ടെ അതിനെ ഞങ്ങൾ വീണ്ടും അതിങ്ങനെ ഷൂട്ട് ചെയ്തു. വെർട്ടിക്കലായിട്ട് എടുത്തു പോണത് ഇതിങ്ങനെ എടുത്തു, എന്നിട്ട് അത് അയച്ചു കൊടുത്തു. അപ്പം അതിന് കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 10-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ നമ്മൾ 10-ാം തീയതി അയച്ചു കൊടുത്തിട്ട് 10-ാം തീയതി അവിടെ കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് വിളിച്ച് പറയണേ നിങ്ങളുടെ ഷോർട്ട് ഫിലിം സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന്. അപ്പോൾ എന്തൊരു കാരണം ചോദിച്ചപ്പോൾ പറയുന്നേ, ഒരു പ്രൊഡക്ഷൻ കമ്പനി
അതിൻ്റെ ലേബലിലാണ് ഈ സാധനം ഉണ്ടാക്കേണ്ടത്. ഞാൻ ആളോട് പറഞ്ഞു ഇതിപ്പോൾ അതിന് മുന്നേ ഇത് പ്രൊഡക്ഷൻ്റെ പേരും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഭാര്യയും കൂടിയിട്ടാണ് ഈ ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പേര് എഴുതി അങ്ങനെ പറഞ്ഞു. പ്രൊഡക്ഷൻ ചേട്ടന്റെ പേര് മാത്രമല്ല വെച്ചിട്ടുള്ളൂ, അജൂസ് വേൾഡ്. അജൂസ് വേൾഡ് അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്തു. ഡയറക്റ്റഡ് ബൈ അല്ലേ നമ്മുടെ രണ്ടാളുടെ പേര് വെച്ചിട്ടുള്ളൂ? അല്ല, രണ്ടും അവർക്ക് സ്വീകാര്യമല്ല. അവര് പറഞ്ഞത് നിങ്ങളെന്ത് പിള്ളേര് കളിയാന്ന് വിചാരിച്ച വലിയ ഷോർട്ട് ഇത് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ അയക്കാനുള്ള ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപമാനിച്ചു. അപ്പൊ തള്ളിക്കളഞ്ഞ സാരില്ല, കുഴപ്പമില്ല, അത് സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞു. സാറില്ലാന്ന് പറഞ്ഞു, നോ പ്രോബ്ലം. അല്ല പിന്നെ നമുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ശരിയാക്കിയാ. അതിന് കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾക്ക് കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പൊ അതൊന്നും മ്യൂസിക്കുകളൊന്നും മാറ്റി ശരിയാക്കി യൂട്യൂബിലിടാട്ടാ. നമുക്ക് ആ വീഡിയോ അത് കണ്ടു നോക്കിയോട്ടെ. ചേട്ടൻ പറഞ്ഞത് നീ ഒന്നും ഞങ്ങൾ അർഹിക്കുന്നില്ലടാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മള് തർക്കിക്കാനൊന്നും പോയില്ല. നമുക്ക് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയ വേണ്ട, അവര് വിഷയമാണല്ലോ. അവരുടെ അത് അങ്ങനെയാണ്, അവരുടെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ക്രൈറ്റീരിയ ഉണ്ടാവില്ല അതിന്റെ. ഇങ്ങനെ ഇതൊന്നും വായിച്ചു നോക്കിയില്ലെന്നൊക്കെ ചോദിച്ചു അല്ലേ എന്നോട്. ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണം, രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാവണം, അതിന്റെ സീൽ ഉണ്ടാവണം. അല്ലാണ്ട് വയോധികം എന്നുള്ള വിഷയത്തില് നമ്മൾ എടുത്തിരിക്കുന്ന ഷോർട്ട് ഫിലിം എങ്ങനെയുണ്ട്, അതിന്റെ മേക്കിംഗ് എങ്ങനെ, അതിന്റെ അഭിനയം എങ്ങനെ, അതിന്റെ തീം എങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. എത്രമാത്രം പ്രതിഫലിക്കപ്പെടുന്നു അതിലുള്ള കാര്യമുണ്ട്, അതൊന്നും അറിയണ്ട. അത് കണ്ടിട്ടില്ല. ഷോർട്ട് ഫിലിം നമ്മൾ കൊടുത്തവർ കണ്ടിട്ടില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമില് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ. ആപ്ലിക്കേഷൻ ഫോം വായിച്ചപ്പോ തന്നെ തള്ളി, റിജക്റ്റഡ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അല്ല അതിലിപ്പോ നമ്മൾ നിരാശനൊന്നല്ല. നിരാശനല്ല. ആ കോള് വന്നതിന് ശേഷം ഇതൊരു 56ാമത്തോട്ടായിരുന്നു പറയാം. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നിട്ട് പോയിട്ട് ആരും കാണാണ്ട് കണ്ണീര് തുടങ്ങിയിട്ട് ഞാൻ ചിരിച്ചു കളിച്ച് നടക്കണത് വർത്താൻ പറഞ്ഞില്ല. പിന്നെ അതിലെത്ര രസമാണ് നമ്മുടെ വീഡിയോകള്. ആളുകള് ഇന്നത്തെ ആ അണ്ണനായിട്ടുള്ള വർത്താനം മാത്രം മതിയല്ലോ, അതിലത്തെ കമന്റുകൾ മാത്രം അയച്ചാൽ മതി ഞങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട്. വേറെ എന്ത് വേണം? ആനന്ദലബ്ധിക്ക് എന്ത് വേണം? അയ്യോ, ഞാൻ ഉപ്പിട്ടു അതിൻ്റെ ഇടയിലിട്ടാ, പറയാൻ മറന്നുപോയി. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതും ഇട്ടു. വേപ്പില വേണം എനിക്ക്. വേപ്പില വേണം. ശരിക്കും വേപ്പില ഉണ്ട് കേട്ടോ കുറച്ച്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മസാല അടിപൊളിയായി. ഇപ്പം നമ്മൾ തക്കാളി പേസ്റ്റ്. എത്ര തക്കാളിയെ? ഓ ആകെ പോകാം. ചുമ വരും കേട്ടോ. ഒന്നും കാണില്ല. ഒന്നും കാണുന്നില്ലേ? മിളകിന്റെ ചുമകാരനാണ്. മിളകിന്റെ ചുമ. അതെ, ഞാൻ ചുമക്കൂ. ചുമ മാറിയിട്ട് ഊതിയ പോരെ. അത് ആ ഊതല് കത്തണത്. കണ്ണിലൊക്കെ നേരെ. അയ്യോ, കൂട്ടാൻ കരിയും. ഈ കൂട്ടിലേക്ക് നമ്മുടെ കോടംപുളി വെള്ളം അടക്കം ഒഴിക്കുന്നു കേട്ടാ. എന്തുട്ടാ എനിക്കത് നിർത്താൻ തോന്നില്ലേ? നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കത്തണ ഒരു ത്രില്ല് പോവും. അതിനൊരു ത്രില്ലുണ്ട്. നമ്മള് മീൻ കഷ്ണങ്ങൾ ഇടാൻ ചേട്ടാ. മീൻ കഷ്ണം ഇട്ടാ മോദ എനിക്ക് ഇഷ്ടായില്ല ചേട്ടാ മീൻ, സത്യം പറയാലോ. ഞാൻ ഇതിന്റെ മീൻ കഷ്ണം ഒരെണ്ണം അങ്ങടെ കഴിച്ചോളൂ. അതേ ഭയങ്കര ബലം. അത്ര ബലമൊന്നുമില്ല. മറ്റേ പുന്നാര മീൻ കറി, ആ പുന്നാര നല്ല മീനായിരുന്നു. നല്ല സോഫ്റ്റ് ആ മീൻ, അതിന്റെ കഴിക്കാനായിട്ട് അല്ലേ. മുറുക്കം ഏതാണ്ട് അതുപോലെയൊക്കെ അതിലൊക്കെ ഗണത്തിൽ പെട്ടിട്ടുള്ളൊരു മീൻ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടാ. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്.
ചാറ് വേണ്ടേ? ഇത്ര മതിയില്ലേ ഇതിലോ? അല്ല കുറച്ച് സമയം തിളക്കണല്ലേ നീ. ഒരു പൊട്ടോണ്ട് ചോദിച്ചോ. മതി നീര് കിടന്ന് പറ്റട്ടെ. കുറച്ചുകൂടി ഉപ്പിടട്ടെ. ഉപ്പ് നേരത്തെ ഞാൻ സബോള വാട്ടണ സമയത്ത് കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മതി. ഓക്കെ സെറ്റ്. മീൻ കറിയിൽ ഞാൻ അത് തിളച്ചോളി. ഞാൻ വേണമെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞു. ഊറ്റിയിട്ട് നല്ല വെള്ളം ഒഴിച്ചു. കൊള്ളിയിലെ വെള്ളം തിളച്ചു. അപ്പോൾ നമുക്കിത് ഊറ്റിയിട്ടേ നമ്മുടെ ആളുകൾ പറയുന്ന പോലെ തന്നെ ഇതിൽ വിഷാംശം ഉണ്ടാവുമല്ലോ. പുല്ലിലൊഴിക്കായിരിക്കും ചേട്ടാ. പുല്ലിലൊഴിക്കില്ലേ വിഷാംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൊള്ളി ഉണ്ടായിഞ്ഞു പോവോ? ഇതേ ഊറ്റിയിട്ട് ഒന്നുകൂടി അടപ്പത്ത് വയ്ക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കും. അല്ല സാർ ഇതേ കുറച്ച് വെള്ളം ഒഴിക്കും. ഇത്ര മതി. പെട്ടെന്നാവും. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇളക്കണം. നാളെ ഞാനിന്ന് ഇതിനെ പറ്റി ഇരിക്കുമ്പോഴേ സരിത എന്തിനാണ് എടുക്കാൻ പോയി ബാക്കിൽ നിന്ന് പറഞ്ഞില്ല ശബ്ദം കേൾക്കണം ഇല്ലേ? പാമ്പ് ചീറ്റുന്ന ശബ്ദം ആ മൂലെന്ന്. എന്നിട്ട് പാമ്പായിരുന്നു. ഞങ്ങൾ നോക്കി അവിടെ പോയിട്ട് പാമ്പിനൊന്നും കണ്ടില്ലേ. ചാതി ശരിക്ക് പാമ്പ് ചീറ്റിനെ പോലെ തന്നെ ഒരു മാറ്റമില്ലേ. വമ്പ സാധനം ഉണ്ടാവില്ലപ്പോൾ. അല്ല സരിത ഉണ്ടാവാം. ഈ കൊള്ളി അടിപൊളിയെന്ന് തോന്നിട്ടാ കണ്ടിട്ട്. നിന്ന് നോക്കിയോണ ഒരു കഷ്ണം ഇട്ട് നോക്കി. അല്ല വെന്തുണ്ടോ നോക്കിയാണ് ശരിക്ക് പറയുന്നുണ്ട് പകുതി. അതത് വെള്ളം ഒഴിച്ചല്ലോ തിളച്ചത് അപ്പോഴേക്കാവൂല്ലേ? അത് പെട്ടെന്ന് വെണ്ണ പോലത്തെ കൊള്ളിയാണ്. കൂട്ടാൻ തിളച്ച് തുടങ്ങി. ഉച്ചരിഞ്ഞ് മീൻ കൂട്ടാനും കൊള്ളി. മീൻ കൂട്ടാനും ഈ നേരത്ത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പാചകം ചെയ്യും. 4 മണി നേരത്ത് 5 മണി നേരത്ത് ചെയ്തിട്ടുണ്ട്. കൊള്ളി വെന്തു നോക്കിയേ കടാ. നമ്മളൊന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കിലേക്ക് അതല്ലെങ്കിൽ പിന്നെ രാത്രി അങ്ങനെയല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഈ നേരത്ത് കുടിയിൽ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വരട്ടെ. എനിക്ക് ചായ കുടിക്കാൻ തോന്നിട്ട് പാടില്ലേ? തോന്നല് പോലെ. നിങ്ങക്ക് രണ്ടാൾക്കും വേണ്ടല്ലോ ചായ? എനിക്കിത് മതി. ഞാൻ മാത്രം അപ്പൊ ഒരു ചായ ഉണ്ടാക്കി കുടിക്കട്ടെ ഏട്ടാ. എനിക്ക് എന്താണോ കുടിക്കാറില്ലേ, പക്ഷെ എനിക്ക് ഇപ്പൊ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഒരു സ്വല്പം പൂണി ഞാൻ അവിടെ കൊള്ളി സെറ്റായിട്ടാ. ഇനി ഇതിലിരുന്നിട്ട് ഒന്നുകൂടി ആവും. അടിപൊളിയുണ്ട്. ഒരേ സമയം 3 അടുപ്പാണ് സെറ്റ്. അല്ല 3 സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വല്ലപ്പോഴാണ് ചുക്കുണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. പണ്ട് കാലത്തെ ഒരു മധുരിക്കുന്ന ഓർമ്മയാണ് ചുക്കുണ്ട. അപ്പോൾ നമ്മൾ കൊള്ളിപ്പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളിപ്പൊടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് കൊള്ളിപ്പൊടി ഒരു ഇതിലേക്ക് ഇടുന്നു കേട്ടോ. ഒരു 3 ടീസ്പൂൺ ഞാനിട്ടുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ നിറച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് ചുക്ക് പൊടിയാണ് കേട്ടോ. ചുക്കുണ്ട് അതിലേക്ക് ചുക്ക് പൊടിയാണ് ചേർക്കുക. ചുക്ക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് ഇനി വേറൊരു പണീനിടയില്ലേ കാണിച്ചു തരാം. പിന്നെ എനിക്ക് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ചീഞ്ചട്ടി തിരിച്ച് ചൂടായി കാരണം കേട്ടോ. കുറച്ചുകൊണ്ട് വെള്ളം എടുക്കണം. ചീഞ്ചട്ടി അടുപ്പിൻ്റെ അവിടെ ഇരുന്ന കാരണം കേട്ടോ. ചൂട് കാലുണ്ട്, വേറെ ഒന്നുമല്ല. കലക്കണം, നന്നായി കലക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. കൊള്ളിപ്പൊടി ചീഞ്ചട്ടിയിലിട്ടിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും ചുക്ക് പൊടിയും ചേർത്ത് ഇങ്ങനെ ഇളക്കി ഇതാക്കാം കേട്ടോ. അതാണ് ആദ്യത്തെ പണി. ഇനി നമുക്കിത് അടപ്പത്തേക്ക് ചെയ്യാം. ഇതേട്ടാ അടപ്പത്ത് വയ്ക്കണം. ഇത് നമുക്ക് ഇളക്കി പുറത്തേക്ക് പോയി കുറുക്ക് പോലെ ആക്കണം. കുറുക്ക് പോലെ കേട്ടാ, പശ പോലെ ആക്കണം. കട്ടയാണ് കേട്ടോ. നോക്കിയാൽ കട്ടയാവണം. നോക്കിയാൽ ഇളക്കും തോറും കട്ടയാവും. മൈദ പശ പോലെയാണ് കേട്ടോ. നല്ല പശയായി തുടങ്ങി. നീ കാപ്പി ഉണ്ടാക്കി, നിനക്ക് ചായ ഉണ്ടാക്കി.
ഇതേ ഇങ്ങനെ ആക്കിട്ടാ പശയായി. അപ്പോൾ നമുക്കിനി ഇതിനിറക്കാം. ഇറക്കി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതാണ് ഇടുന്നു കേട്ടോ. വെച്ചിട്ടുണ്ടല്ലോ, ഒക്കെ വെച്ചു. ഒരു പാത്രത്തേക്ക് ഇടുന്നു കേട്ടോ. വെടുപ്പാക്കി. അതെ, ഇന്ന് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേ പ്രതിഷ്ഠ അതിനായിരുന്നു, തിരുത്തൂരമ്പലത്തില് സദ്യ ഉണ്ടായിരുന്നു. അപ്പൊ സദ്യ ഉണ്ട്, പായസമൊക്കെ കുടിച്ചു വന്നപ്പോ ഒരു തലയ്ക്കൊരു ഒരു ആലസ്യം. സദ്യ ഉണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ലേ, മന്നിപ്പ് എന്ന് പറയും, ഒരു മന്നിപ്പ്. അത് കാരണം എനിക്ക് ചായ കുടിക്കാൻ തോന്നി. ഇന്ന് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയേട്ടൻ്റെ ചേച്ചിയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം, നമിതയുടെ കല്യാണം എന്ന് പറഞ്ഞില്ല, ഞായറാഴ്ചയാ. ഇന്ന് ഹൽദി, അതിന് പോണം വൈകുന്നേരം. അപ്പൊ ഈ ചുക്കുണ്ടി ഉണ്ടാക്കി തിന്നേണ്ട വല്ല ആവശ്യമുണ്ടോ? ചുക്കണ്ട ഇപ്പൊ തന്നെ തിന്നണമെന്നില്ലേ, അത് കാലങ്ങളോളിരിക്കും. ആ പണ്ട് മറ്റേ പീടികളിലെ ചെറിയ ഭരണിയില്ലേ, അതിൽ പിട്ട്, ടമ്പർ, ചുക്കുണ്ട, അങ്ങനത്തെ കുറേ നാരങ്ങ സത്ത്, അങ്ങനത്തെ മിഠായികളൊക്കെ ഇല്ലേ, അതൊക്കെ ഇരിക്കും. എത്ര നാൾ എന്തോരം ഇരിക്കും ആളുകൾ. അങ്ങനെ തോന്നിയ പോലെ വാങ്ങിച്ച് കഴിക്കാൻ പാങ്ങുള്ള ആളുകളൊന്നല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ എത്ര നാൾ ഇരിക്കുന്നതാണ് ചോദ്യം. കടകളിലിരിക്കും, നമ്മുടെ വീട്ടിലിരിക്കും. കണ്ട ഈ കുറുക്കിലേക്ക് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഞാൻ ചൂടാറിനാലും മുമ്പ് ഇട്ടുന്നു കേട്ടാ. നമ്മൾ ചൂടാറിട്ടിട്ടാ പോരെ. വീണ്ടും കൊള്ളിപ്പൊടി, കണ്ട കൊള്ളിപ്പൊടി കുറച്ചധികം ഇട്ടേണ്ടി വരും കേട്ടോ. ഒരു 3-4 ടീസ്പൂൺ ഇട്ടേണ്ടി വരും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കേണ്ടി വരും. കുഴയ്ക്കാനാണ്. മിക്സ് ചെയ്യുക. കൈയൊക്കെ കഴുകി വന്നിട്ട് കേട്ടോ. ഞാൻ ഇത് കുഴയ്ക്കാൻ പോകണം, കൈ കൊണ്ടാണ് ഇനി കുഴയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് കൊള്ളിപ്പൊടി ഇതിലേക്ക് ചേർക്കണം. വേറെ ഒരു പൊടികളും നമ്മളിതിൽ ചേർക്കാൻ പാടില്ല, കൊള്ളിപ്പൊടി മാത്രം. അയ്യോ, കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? എന്നിട്ട് കുഴയ്ക്കുക കൈ കൊണ്ട് കേട്ടോ. ഇതിന് നനവിനനുസരിച്ച് നമ്മൾ കാണിച്ചു തരാം. കൊള്ളിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഉപ്പ് മാത്രം നമ്മൾ ഇതിലേക്ക് കൂട്ടാം, വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി കൊള്ളിപ്പൊടി ഇടാം. ശരിത കൂട്ടാൻ പറ്റൂട്ടാ. നോക്കണ്ട്. എന്നിട്ട് ആ ഇത് കാച്ചിക്കുക, ഇത് കൊള്ളി കാച്ചിക്കുക. ചായ കുടിച്ചിട്ട് കൂട്ടാ കാച്ചിയാ പോരെ? അത് നീ എന്ത് വേണം ചെയ്യുക. എൻ്റെ ശ്രദ്ധ മുഴുവൻ അപ്പോൾ ഇതിലാണ്, ചുക്കുണ്ടയിലാണ്. മുരുകണ്ണനും കുമാരിയേച്ചി ഇത് ഉണ്ടാക്കി കൊടുത്തതാ ചുക്കുണ്ടേ. അപ്പോൾ അവർ നല്ല കൊള്ളിപ്പൊടി കിട്ടാനില്ല. പിന്നെ ഇതിനെ പറ്റി പണിക്കാരും ഇത് കുനുകുന്നും ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അവർ നിർത്തിയതാ ചുക്കുണ്ട പണി. കണ്ടാ ഇങ്ങനത്തെ ഉരുളേ കൊള്ളിപ്പൊടിനെ ചേർത്ത് ഇങ്ങനെ ഉരുളിലേക്ക്. വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതിൽ തൊടിപ്പിക്കരുത്. വെള്ളം സാധനം തൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ബോംബ് പോലെ പൊട്ടി തീർക്കും കേട്ടോ. അതൊരു വട്ടം ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ടാണ് എൻ്റെ മോന്തൊക്കെ പൊള്ളാനായിട്ട്. നമുക്ക് ചുക്കുണ്ടി അല്ല, ഇങ്ങനെ ഉണ്ടാക്കരുത്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ നമുക്ക് കുറച്ച് ഇതെടുത്തിട്ട് നീളത്തിലാക്കാം. 2 കൈ കൊണ്ടാ ഇതാണ്ട ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഇതിങ്ങനെ ഓരോ പൊട്ടെടുത്തിട്ട് കണ്ടേ മണി, ഇതാണ് ഇതിൻ്റെ ഒരു രൂപം. എന്നിട്ട് കുറേ മണികളാക്കാം. ഇതാണ് ചുക്കുണ്ട നമ്മുടെ. മീൻ കൂട്ടാൻ റെഡി ആയിട്ടാ. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ഞാൻ ഇട്ടു. ഇത് മുഴുവൻ ഉണ്ടാക്കണമെന്നില്ല സരിതേ, കുറച്ചെടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പം ഉണ്ടാക്കാം. ഇത്രയ്ക്ക് കൊള്ളി തന്നെ കൊള്ളിയും കൂട്ടാൻ ഈ ഇത്ര നല്ല കൊള്ളിയും പിന്നെ ഈ മീൻ കൂട്ടാനുള്ള പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഈ ചുക്കുണ്ടായ ആവശ്യമുണ്ടാ. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ ഈ സാധനം ഇപ്പം ഉണ്ടാക്കാം. 100 പ്രാവശ്യം പറഞ്ഞില്ല, 3 പ്രാവശ്യം പറഞ്ഞു. എനിക്ക് നല്ല ബോധമുണ്ട്. അല്ല പിന്നെ അതന്നെ ഞാനും പറയണ. അല്ല പിന്നെ എനിക്കാണെങ്കിൽ ഇനി വീട്ടിലേക്ക് പോകണം, പോയി വരണം. ഞാൻ നിർത്തി. ഞാൻ ഈ സാധനം ഈ പാലും കൂടി ഉണ്ടാക്കല്ലോ. ഇതുണ്ടാ ഈ സാധനം എന്നിട്ടാണ് വേപ്പിൻ്റെ പിടിച്ചോ. എവിടെന്ന്? ഞാൻ എടുത്തു തരാം. പാത്രം ചൂടായി. തേങ്ങ സൈഡിന്ന് പിടിച്ചു. അപ്പം നമ്മൾ ഈ സാധനം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും, പിന്നെ ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇതാ ഉണ്ടാക്കണല്ലോ കേട്ടോ. താൽക്കാലികമായിട്ട് ഒരു പൂരിക്ക് ഇതിപ്പോൾ കഴിയും. അപ്പം ശരിയായി തരാം. നേരത്തെ കൂട്ടാൻ കാച്ചിനോട് കൂടിയിട്ട് ഇപ്പം കഴിയും. ഇപ്പോൾ സമാധാനം ഇല്ല നിനക്ക്? എന്തിട്ട്? ഒന്നുമില്ല. വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് ചൂടായിട്ടാ. കടുക് പൊട്ടിക്കുന്നു. ജഗ്ഗു വരാറായില്ലേ? ജഗ്ഗുവിന് 5 സ്റ്റാർ ഫുഡ്, കൊള്ളിയും മീൻ കറി, ചുക്കുണ്ടിയും.
സെറ്റായാ ഇതിലേക്ക് വയ്ക്കട്ടെ. ആമ്പ കൊള്ളി കൂട്ടാൻ ദേ ചുക്കുണ്ടാരാട്ടാ. ഇത് ഇത്രയ്ക്ക് ആക്കണല്ലോ അവിടെ ഇങ്ങനെ ഓടി നടക്കണത്. ഞാനിതിലേ എൻ്റെ കൈമതുണ്ട്, പക്ഷേ മറ്റേത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ചുക്കുണ്ട് സെറ്റാക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതിയിട്ടാ, ഒരു പൊട്ട് വേണ്ട. ഇതിന് വെളിച്ചെണ്ണ അധികം വേണ്ട. ചെറുതാ സാധനം എടുത്തേ. ഏതാ? കോരി 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 അല്ല, ടീസ്പൂണായാലും മതി. ടീസ്പൂൺ മതി. ഇതൊക്കെ കൊണ്ടാവുന്നല്ലേ? അല്ല, ഇതേ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചുക്കുണ്ടാരാ. കടുകിന്റെയും മുളകിന്റെയും അതിന്റെ ഒക്കെ മണം ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. കൈ കഴുകാന്ന് വെച്ചാ കൈ കഴുകി പോയിട്ട് ഞാൻ അത് ഇളക്കാം. കൈ കഴിച്ചാ ഇളക്കരുത് ഇളക്കരുത്. നാളക്കുള്ള ഇളക്കി കഴിഞ്ഞാൽ ഇതാവില്ലേ? അപ്പൊ ഒരു സ്വല്പം നേരം അവിടെ അതിൽ കിടക്കട്ടെ. അയ്യതെല്ലാം കൂടിയിട്ട് ഇതിലിടാനുള്ള വെളിച്ചെണ്ണ ഇല്ലല്ലോ. വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ കുറച്ചിടാൻ പാടില്ലായിരുന്നുള്ളോ? അത് അതിനുള്ള തന്നെയാണ്. വെളിച്ചെണ്ണ ഈ സാധനത്തിന് അധികം ഉപയോഗിക്കണ്ട. അത് ഉപയോഗിക്കണ്ട, പക്ഷെ ഇത് കുറച്ചിടാൻ പാടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇതൊക്കെ കൊണ്ട് ഒതുക്കല് തുടങ്ങട്ടെ. നീ ഒതുക്കിക്കോ. ഇരുട്ടായി തുടങ്ങി. 5 മണിയാ സമയം. 4:56. അപ്പൊ അവൻ വരാറാണല്ലോ. ഇത് ഈ വെളിച്ചെണ്ണ മതി സാർ. ഇതിന് വെളിച്ചെണ്ണ മതിയാ അവിടെ മൊരിയിട്ടെ. ഇമ്രു, ഇന്നാള് ഞങ്ങള് ഇവിടെ കമന്റ് വായനല്ലേ, കമന്റ് വായന ഇവിടെ ഇരുന്നിട്ട് എടുത്തിട്ട് തിരിച്ച് പോയി. ഇതടയ്ക്കാൻ മറന്നുപോയി. ഈ ഡോർ അടയ്ക്കാൻ മറന്നു ടെങ്കിടുള്ളത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചാർലിനും ഇമ്രാനും കാണാനില്ല. രണ്ടുപേരും ഇതിൽ കൂടെ ചാടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമ്രാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. ചാർലിനെ കാണാണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇവിടുത്തെ നീത് വിളിച്ചു പറഞ്ഞു അവരെ വീടിൻ്റെ അവിടെ ചാർലി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. അപ്പം ചേട്ടൻ എന്നിട്ട് മതിൽ ചാടി അങ്ങോട്ട് കടന്ന് ചാർലിനെ വിളിച്ചപ്പോൾ ചാർലി എവിടെയായിരുന്നു? വിജയിച്ചിട്ട് വീടിൻ്റെ അവിടെ. ഇങ്ങോട്ട് തിരിച്ചു വരാൻ അറിയാണ്ടാന്ന് തോന്നുന്നുണ്ട്. ഈ പറമ്പിലാണെങ്കിൽ നിറച്ച് കൂർക്കന്മാരാ. ഭാഗ്യ കൂർക്കന്മാരെ അതിനെ കടിച്ചു കൊല്ലാഞ്ഞത്. രാത്രി കഴിഞ്ഞൊരു കൂട്ട നിലവിളിയേക്കാം. നമ്മള് മരിച്ച വീട്ടിൽ നിന്ന് നിലവിളിയേക്കില്ലേ പണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഉറക്കെ, അതുപോലത്തെ ഒരു നിലവിളിയാ. പേടിയാവും നമുക്ക്. ശരിക്കും മനുഷ്യന്മാര് കരയണ പോലെ കൂർക്കന്മാരെ ഓളിയിടാം. കൂർക്കന്മാരെ മണം പിടിച്ച് പോയതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ തിരിച്ചു വരാൻ അറിയാണ്ട് എന്തിട്ടാണോ അവിടെ നിൽക്കുക, ഇങ്ങോട്ട് കയറാൻ പറ്റാണ്ട്. എന്നിട്ട് ചേട്ടൻ ഇറങ്ങി അതിനെടുത്ത് ഇങ്ങോട്ട് വെച്ചു. അപ്പൊ ആ സമയത്ത് ഇമ്രാന്റെ സ്നേഹപ്രകടനം കാണണം. ഇമ്രാൻ ഗേറ്റിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. റോട്ടിലേക്ക് നോക്കിയിട്ട് ചാർലി ഇല്ലാണ്ടായപ്പോഴും ഇതിന് ഭയങ്കര വെപ്രാളം. ചാർലി ഇല്ലാണ്ടായ പിന്നെ എന്തൊരു പ്രശ്നല്ലേ ഇമ്രാന്. എന്താണോ ചാർലി ഇപ്പൊ ഇങ്ങോട്ട് വരാത്ത? ആ ഓർമ്മകൾ വരെയിരിക്കും. അതാവോ ഒരു ചുക്കണ്ട പോലും നാശായില്ല. ഇല്ല, അതാണ് അതിൻ്റെ വെളിച്ചെണ്ണ സ്വല്പം മതി ഇതിന്. മതി. കൊള്ളിന്ന് മറക്കാട്ടെ നമുക്ക്. ഇത് നമ്മുടെ വെണ്ണ പോലത്തെ കൊള്ളീന് കേട്ടാ. അല്ല, നമ്മുടെ സുമോ സെറ്റായി. ഉടയണ്ട, ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട്. ഇമ്രാൻ ചുക്കുണ്ട വേണ? ഇമ്രാൻ ചുക്കുണ്ട തന്നില്ല. തിന്നില്ലാന്നാ? അതൊക്കെ തിന്നും. ചാർലിയോടെ നമ്മുടെ സൺഡേ മൺഡേ നന്നായി പൂവുണ്ടായി തുടങ്ങി. ആരോ പറഞ്ഞു അതിന് നല്ല മണാണെന്ന്. അതിന് ഒരു മണവും ഇല്ല. ചാർലി, ചാർലി എവിടെയാടാ? ചാർലി കണ്ട പൂവുണ്ടായി തുടങ്ങി. അതുപോലെ ഇതുമ്പോൾ നിറച്ച് മുട്ടിടുന്നുണ്ട്. കുറച്ച് നാൾക്കുള്ളിൽ ഇതുമ്പോൾ നിറച്ച് പോയിരിക്കും. ഇതിന്റെ പേര് എന്തൊരു ചേട്ടാ? ആൾക്കാരെ എപ്പോഴും പറഞ്ഞു തരും ഇതിന്റെ പേര്, ഞാൻ മറക്കും. മെലസ്റ്റോമ. മെലസ്റ്റോമ തന്നെ. ജഗു ജഗു സ്കൂളിൽ വിട്ട് വരുന്നുണ്ട്. നിനക്കൊരു സാധനം അച്ഛൻ ഉണ്ടാക്കുന്നുണ്ട്. ചാർലി വന്നല്ലോ. വേണോ? എന്തേ താല്പര്യമില്ലേ? അവിടെ പോയി ഫുഡ് കഴിക്കണ്ടല്ലേ അല്ലേ? മസാല ദോശ അവിടെ എന്ത് കോമ്പിനേഷൻ ഇത്? മസാല ദോശയും ബിരിയാണി അല്ലേ? ഇതിപ്പോ മുക്കാലായിട്ടാ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട മോനെ. മുക്കാലാകുമ്പോ ഒന്ന് കോരി എടുത്തിട്ട് പിന്നെ വീണ്ടും തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മൊരിച്ച് വറക്കും. ഒരു ചുക്കുണ്ട് അടുപ്പിൽ പോയി. സാരല്ല, തേക്ക് എടുക്കണോ? അതല്ലേ വിലപ്പെട്ട സാധനമാണ്.
അന്ന് കാലത്തല്ല, അന്ന് കാലത്ത് ഒരു പൈസയുള്ളൂ. ഇപ്പഴാവും വിലപ്പെട്ടത്. ഇപ്പൊ കിട്ടാനില്ല, ഇപ്പൊ ആരും ഉണ്ടാക്കണില്ലല്ലോ. നമുക്ക് ഇത് കൊടുത്താലോ? അടുത്ത പ്രോഡക്റ്റ് ചുക്കുണ്ടാ, ജ്യൂസ് വേൾഡ് ചുക്കുണ്ടാ. ഒന്ന് ചൂടാറിട്ടാ, ചൂടാറിയിട്ട് വീണ്ടും പിന്നെ ശരിക്കും ഫ്രൈ ആയിട്ട് വറക്കും. അത് പെട്ടെന്നാവും. ജഗു നാളെ എക്സാം. ജഗുന്റെ SPCയുടെ റിട്ടേൺ ടെസ്റ്റ് നാളെയാ. സ്കൂളിൽ തന്നെയാ, നിന്റെ സ്കൂളിൽ തന്നെയാ പോലീസ് യൂണിഫോമിൽ പോണെന്ന് ടെസ്റ്റ് എഴുതാൻ. പിന്നല്ലാണ്ട് ഞാൻ ഓരോ പ്രാവശ്യം ലാസ്റ്റത്തെ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞപ്പോൾ കഴുകിയൊക്കെ എടുത്തു വെച്ചു. അതിന് ഇത് ഇടണ്ടല്ലോ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും എന്തോ പരിപാടി വന്നു, അപ്പം അതിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകി വീണ്ടും വെച്ചു. ഇനി ഇത് ആവശ്യമില്ല. അങ്ങനെ ഇപ്പം എത്ര വട്ടായേ? ഇപ്പം ഇനി നാളെ 10:30 എടാ ചൂടാറിയിട്ടാ ഒരു വിധം. വീണ്ടും ചീഞ്ചട്ടി അടപ്പത്ത് പഠിച്ചോ പോയിരുന്നിട്ട് വേഗം. ഇനിയിപ്പോൾ എവിടെയാ സമയം പഠിക്കാൻ? അത് അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് എന്തുണ്ടാവില്ല, വയറ്റ് എടുക്കും. അപ്പൊ ചേട്ടൻ തിന്നോ? എനിക്ക് വയറ്റ് എടുക്കില്ല. ഇല്ലേ? എന്തത്? അങ്ങനെ ഒന്നുകൂടി ഇടാം നമുക്കിത്. ഒന്നുകൂടി ഇടണം കേട്ടാ. ഒന്നുകൂടി മൊരിച്ച് വറുത്ത് ലാസ്റ്റ് മൊരിഞ്ഞ് പരിവായി തുടങ്ങി. അല്ല, മൊരിഞ്ഞ് വരുന്നുണ്ട. ഇപ്പം ചുക്കുണ്ട ആക്കിയിട്ട് ഏകദേശം അത്രയ്ക്ക് തന്നെ വെളിച്ചെണ്ണ ഇതിലുണ്ട് ഇട്ടാ. കണ്ട അതെനിക്ക് അങ്ങനെ ചുക്കുണ്ട പണി കഴിഞ്ഞു. ഞാൻ വയ്യാണ്ടായി. വേണ്ട നമ്മുടെ ചുക്കണ്ട സരിത, ഞാൻ കൊള്ളി കപ്പിട്ടാ. കൊള്ളിയും കപ്പയാ? അല്ല, കൊള്ളിയും മീൻ കൂടാനും എടുക്കണു. അയ്യോ, ഇതിൽ പറഞ്ഞ പോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മസാല ദോശയും ബിരിയാണി ഇങ്ങനെ കഴിക്കുക അവിടെ പോയിട്ട്. എനിക്ക് വേണ്ട. ഓ, ഇതിന് ചാറ് എടുക്കണ ഇത്തിരി പാണാല്. അല്ല, പണി ജഗു, ഇത് കഴിച്ച വേണമെങ്കിൽ അടാ. ഇത്ര നല്ല ഫുഡൊന്നും ആയിരിക്കില്ല അവിടെ അല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ചുക്കണ്ട 2 ചുക്കണ്ട ഗംഭീര സാധനം. അടിപൊളിയല്ലേ ചുക്കണ്ട? നീ എന്ത് ഈ ബാഗ് വെയിറ്റ് നിൽക്കണ എന്തിനാ? അത് ഓരോരുത്തർ ഊരി വെച്ചൂടെ? കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഷൊർണൂരിലത്തെ കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വലിയൊരു കൃഷി സ്ഥലത്ത് നിന്ന് കൂവിയും മഞ്ഞളും കൊള്ളിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ കൃഷി സ്ഥലത്തിൽ നിന്ന് ഞാൻ ഒരു 3-4 തണ്ട് സുമ കപ്പ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടു. കുറേ തണ്ടിട്ട് പലർക്കായിട്ട് കൊടുത്തു. പത്തനംതിട്ടയിലത്തെ ഒരു ചേച്ചിക്ക് വരെ കൊടുത്തു നമ്മൾ. അവിടെ പേരൊക്കെ ഞാൻ മറന്നു. അപ്പം നമ്മുടെ അല്ലേട്ടൻ കുറേ കുഴിച്ചിട്ടു. പക്ഷേ നമുക്കാണ് നമ്മൾ അനുഭവിക്കാൻ കിട്ടിയത്, അതായത് ഉണ്ടായത്. അധികം ഉണ്ടായില്ല, ഒരു 6-7 കിലോ ഉണ്ടായല്ലോ. അപ്പം അതിൻ്റെ സുമ കൊള്ളിയിലെ ചേട്ടൻ മറ്റേ അജിത്ത് കൃഷി ചെയ്തോടത്ത് കിട്ടണേനേക്കാളും വലിയത് കിട്ടുന്നുള്ളതിലാണ്. അത്ര വലിയ കുഴിയില്ലേ? എന്തൊരു വലിയ കുഴിയാ! എന്ത് രസം കൊള്ളി. അതാണ് അച്ഛ ഉദ്ദേശിച്ചത്. അല്ല, വലിയ കുഴി ഉണ്ടാക്കി. ജഗി കൊള്ളി ചോദിക്കുക. ബാഗ് ഒരു ഊരി വയ്ക്കണം മോനെ. വെയിറ്റ് ഇല്ലേ? അടിപൊളി കേട്ടാ. ചോക്രി എനിക്ക് വിശക്കുള്ള. ഞാൻ ചായ കുടിച്ചില്ലേ? ചായ വേണോ? ബൂസ്റ്റ് കഴിഞ്ഞു ഉണ്ണിയേ. കൊള്ളി എന്തായാലും കഴിച്ചു നോക്കാം. കൊള്ളി മീൻ കറിയും കൂട്ടി കഴിക്കും. അങ്ങനെയുണ്ട്. കൊള്ളി നല്ല രസമുണ്ട്. സൂപ്പർ കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന കൊള്ളി. തളച്ചില്ല അല്ലേ? എപ്പോഴേക്കും ഇങ്ങനെയായി. നമുക്ക് നിർത്താടാ. സൂപ്പർ സാധനം. ചുക്കണ നല്ല ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കിക്കോ. കൊള്ളിപ്പൊടി ഒരിക്കലും പീടിയെന്ന് വാങ്ങിച്ചിട്ട് ചെയ്യണ്ട. നിങ്ങൾ അവരവർ കൊള്ളി വാങ്ങിച്ചിട്ട് അത് ചെത്തി ഉണക്കി അതുകൊണ്ട് ആ പൊടി കൊണ്ട് കൊള്ളിപ്പൊടി അല്ല കൊള്ളിപ്പൊടി ഉണ്ടാക്കല്ല, അത് ആ പൊടി കൊണ്ട് ചുക്കണ്ടി ഉണ്ടാക്കാം. അടിപൊളി ഇട്ടാ. മിക്സിയിൽ പൊടിച്ചിട്ട് പൊടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിട്ടാ. വെറുതെ കൊള്ളി ചെത്തിയിട്ടേ വാങ്ങിച്ചിട്ട് ചെത്തിയിട്ട് നമുക്ക് മുറത്തിലെങ്ങാനും വെച്ചിട്ട് വെയിൽ കൊള്ളുന്നിടത്ത് കുറച്ച് മുറ്റായാലും ഉണക്കിയെടുക്കാം. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ നല്ല അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടും. അങ്ങനെ ആകുമ്പോൾ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. കൊള്ളിപ്പുട്ട് ഉണ്ടാക്കാനായാലും അല്ലേ? അപ്പോൾ സൂപ്പർ സാധനം. ഇത് കഴിക്കട്ടെ. ഇത് കല്യാണത്തിന് പോകട്ടെ.